ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്ക്, അതായത് ആദ്യമായി തുടങ്ങിയവർക്ക്, ഇവർക്കൊന്നും അറിയില്ല അല്ലേ, തുടക്കക്കാർക്ക്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള, എല്ലാവരുടെ കാര്യമല്ല, എന്നെ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ട് അവർക്ക് തംബ്ലൈൻ ക്രിയേറ്റ് ചെയ്യാനോ സെറ്റ് ചെയ്യാനോ അതൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് തംബ്ലൈൻ ക്രിയേറ്റ് ചെയ്യണം, എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്ക്രീൻ റെക്കോർഡ് കൂടി തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനായി നമുക്ക് വേണ്ടത് പിസാർട്ട് വരുന്ന ആപ്പാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഈ പിസാർട്ട് എന്നുണ്ട്, ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അമർത്തിയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ നമുക്ക് എഡിറ്റ് ഫോട്ടോ എന്നുള്ള ഫസ്റ്റത്തെ ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ വരും. ബാക്ക്ഗ്രൗണ്ട് ക്യാമറ സെർച്ച് എന്നുണ്ടാകും. അപ്പോൾ നമുക്ക് അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ അമർത്തുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അമർത്തിയാൽ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇതിൽ ഏതാ ബാക്ക്ഗ്രൗണ്ട് കളർ വേണ്ടത് നമുക്ക് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണിച്ചു തരാനായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തില്ലേ, ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് വന്നു. ഇനി അടുത്തത് നമുക്കിവിടെ ടൂൾസിൽ അമർത്തിയ ഏറ്റവും അടിയിൽ ടൂൾസ് ഉണ്ട്, അതിൽ അമർത്തിയിട്ട് ക്രോപ്പിൽ അമർത്തുക. അപ്പോൾ ക്രോപ്പിൽ അമർത്തിയാൽ നമുക്ക് ഇവിടെ സൈസാണ് വേണ്ടത്, ഏതാണോ തംബ്ലൈൻ്റെ സൈസ്. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പോസ്റ്റ്, അതേപോലെ പലതും ഉണ്ട്, നിറയെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണ്ടത് യൂട്യൂബിൻ്റെയാണ്. അപ്പോൾ 16:9 കേട്ടോ വേണ്ടത്. അതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ തംബ്ലൈൻ്റെ അളവ് പറഞ്ഞാൽ 16:9. അതിലൊന്ന് നമ്മൾ അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആകൃതിയിൽ, യൂട്യൂബിൻ്റെ ആകൃതിയിൽ വരും. ഇനി അടുത്തത് നമ്മൾ ഇവിടെ ഫോട്ടോ ആണ് കൊടുക്കേണ്ടത്. അതിൻ്റെ അടിയിലായിട്ട് ആഡ് ഫോട്ടോ എന്നുണ്ടാകും. അതിൽ അമർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും വരും. അപ്പോൾ ഞാൻ തൽക്കാലം നമുക്കൊരു പാറക്കുട്ടിൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ കൊടുക്കാം കേട്ടോ. ഇത് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാറക്കുട്ടിൻ്റെ ഫോട്ടോ ഒന്ന് നമ്മൾ ഒന്നല്ല, നമുക്ക് അതിൽ കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒന്ന് തൽക്കാലം ഒന്ന് കാണിക്കാൻ വേണ്ടി ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം ഇവിടെ ക്രോപ്പ് എന്നുണ്ടായിരുന്നു, ക്രോപ്പ് എന്നുണ്ട്. അതിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഇതാ ക്രോപ്പ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ അടിയിൽ തന്നെ ക്രോപ്പ് ഉണ്ടായിരുന്നു, അപ്പം അതിൽ ക്രോപ്പ് ചെയ്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ക്രോപ്പ് ചെയ്ത ശേഷം നമുക്ക് നമുക്ക് ഒരവിടെ കൊണ്ട് വെക്കണം അല്ലേ. അങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഈ സൈഡിലത്തേക്ക് കളയുന്ന പല ഓപ്ഷൻ ഉണ്ട്. എഫക്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നും ആവശ്യമില്ല. ഇവിടെ അടിയിൽ കട്ടൗട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ അമർത്തിയിട്ട് ഇവിടെ സെലക്ട് എന്ന് അതിൻ്റെ മുകളിൽ പേഴ്സൺ ഫസ്റ്റ് തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് വിടാം. പാറൂസിൻ്റെ മാത്രം അവിടെ വെച്ച് ബാക്കി സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് ആ സൈഡ് കൊണ്ട് വെക്കാം. നോക്കിയേ, അപ്പോൾ ഓക്കെ ആയില്ലേ. ഇനി അടുത്തത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെങ്കിൽ നമുക്ക് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാനൊക്കെ ഉണ്ട് കേട്ടോ, ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതൊന്നും വേണ്ട. ഇനി അടുത്തത് വേണ്ടത് ടൈറ്റിലാണ്. അപ്പോൾ നമുക്ക് നമുക്ക് എഴുതണം അല്ലേ. എന്താ ഈ പാറക്കുട്ടിക്ക് എന്താ പറയുക, എന്തെങ്കിലും ഓപ്ഷൻ കൊടുക്കുക, എന്തെങ്കിലും ഒന്ന് എഴുതണം. അപ്പം നമുക്ക് ഇവിടെ ഫ്രെയിമൊക്കെ ഉണ്ട് കേട്ടോ, പല ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ തൽക്കാലം നമ്മൾ യൂസ് ചെയ്യുന്ന മാത്രം കാണിച്ചു തരണം. അപ്പോൾ നമുക്ക് ഇതിൽ ഇവിടെ തന്നെ ഉണ്ട് ടൈറ്റിൽ നിന്ന് കണ്ടില്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു മിനിറ്റ്, എന്താ ടൈപ്പ് ചെയ്യുക, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണോ എന്നടിക്കാം കേട്ടോ. ഇഷ്ടമാണോ, അപ്പോൾ അയ്യോ ഈ ചിഹ്നം വേണ്ട. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണോ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അടുത്തത് ചെയ്യേണ്ടത്, ഇവിടെ എഡിറ്റ് ചെയ്തത് നമുക്ക് സൈസ്, ഷേപ്പ്, എന്താ പറയുക, സൈസ് മാറ്റാം. ഇവിടെ ഇങ്ങനെ മാറ്റിയിട്ട് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഓറിയൻറ്റേഷനൊക്കെ ഉണ്ട്, അത് മാറ്റാം. അതിന് ശേഷം നമുക്കിവിടെ കളർ കൊടുക്കാം കേട്ടോ. ഇതിലേതാണ് കളർ ഓപ്ഷനിൽ അമർത്തിയിട്ട്, അപ്പോൾ നമുക്കിതവിടെ ഇഷ്ടമുള്ള കളർ, ഞാൻ ഇപ്പോൾ തൽക്കാലം ബ്ലാക്കാണ് കേട്ടോ കൊടുക്കണത്. അപ്പോൾ ഒന്ന് കാണിച്ചു തരാണ്. ഇത് ഞാൻ ഫോട്ടോ തമ്പിലേയും വെക്കാനല്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ മാത്രമാണ്. അപ്പോൾ ഞാൻ
കളറ് നമുക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ സ്ട്രൈക്ക് നമുക്ക് ഡബിൾ ലൈൻ വരണമെങ്കിൽ ഇതവിടെ ഉണ്ട്. അപ്പോൾ സ്ട്രൈക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ കൊടുത്തിട്ട് നമുക്ക് വീഡിയോയിലൊക്കെ നമ്മൾ എന്താ പറയുക ടൈപ്പ് ചെയ്തതിൽ തമ്പ് ലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഡബിൾ വരയിൽ വരും കേട്ടോ. കണ്ടില്ലേ, അങ്ങനെ ഡബിൾ വരയിൽ വരും. ഇപ്പോൾ കളർ മാറ്റണമെങ്കിൽ മാറ്റാം, എന്ത് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി നമുക്ക് വേണ്ട സ്റ്റിക്കേഴ്സ് കൊടുക്കണം അല്ലേ. അപ്പോൾ അതായത് പറഞ്ഞുതരാം കേട്ടോ. സ്റ്റിക്കേഴ്സ് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ചാനലിൽ ഇതവിടെ സ്റ്റിക്കർ ഉണ്ട്. അപ്പോൾ അതിൽ അമർത്തി കഴിഞ്ഞാൽ നമുക്കിവിടെ സെർച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ അതേപോലെ ഒന്ന് എന്താ പറയുക യൂട്യൂബിൽ എടുത്തിട്ട് നമുക്ക് വെക്കാം. നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഒരിക്കൽ കൂടി കാണിച്ചു തരാം ആ ഭാഗം. അപ്പോൾ ഒരു മിനിറ്റ്. ഇവിടെ സ്റ്റിക്കേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ അമർത്തിക്കഴിഞ്ഞാൽ അതവിടെ ഡിസ്കവർ സെർച്ച് വട്ടത്തിലുണ്ട്. അതിൽ നമുക്ക് ഏതാണോ സ്റ്റിക്കർ വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഓപ്ഷനും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഇമോജ് ആണെങ്കിൽ ഇമോജ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ തൽക്കാലം യൂട്യൂബിൻ്റെ ഇത് ഫസ്റ്റ് തന്നെ ചെയ്യാം. ലൈക്ക്, ഷെയർ, കമൻറ്റ് അങ്ങനെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലായിരുന്നു ഞാൻ പ്രസ് ചെയ്ത് അമർത്തി ഇതവിടെ കൊണ്ട് ഓക്കെ വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് ഇതവിടെ റൈറ്റ് ചിഹ്നം ഉണ്ട്, കണ്ടില്ലേ റൈറ്റ് ചിഹ്നം ഇതവിടെ മുകളിൽ. അപ്പം അതിലൊന്ന് അമർത്തി കഴിഞ്ഞാൽ സേവ് ആവും. ഇതാ സേവ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഈ ആരോ മാർക്കിൻ്റെ രണ്ടാമത്തെ ഇവിടെ താഴേക്ക് ഒരു ആരോ മാർക്കുണ്ട് ഷെയറിൻ്റെ ഇപ്പുറത്ത് കേട്ടോ. അതിലൊന്ന് അമർത്തി കഴിഞ്ഞാൽ സേവ് ടു ഗാലറി എന്ന് കാണിക്കും. ഈ രണ്ടാമത്തെയാണ്. അപ്പോൾ സേവ് ടു ഗാലറി എന്ന് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നമ്മുടെ ഈ തമ്പിലെ നമ്മുടെ എന്താ പറയാ നമ്മുടെ ഫോണിൽ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. അതാ ഗാലറി ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ സേവ് ആയിട്ടുണ്ട്. ഇതാ ഒരു മിനിറ്റ്. ഗാലറിയിൽ അതാ ഫസ്റ്റ് തന്നെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഓട്ടോമാറ്റിക്കായി സേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഫോട്ടോ എടുത്ത് നമുക്ക് തമ്പ് ലൈനിൽ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടില്ല, എത്ര പെട്ടെന്നല്ലേ നമുക്കൊരു തമ്പ് ലൈൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ ഇനി ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അറിയണവരിൻ്റെ അടുത്തല്ല, ചെറിയ യൂട്യൂബേഴ്സായിരിക്കും, തുടക്കക്കാർക്കായിരിക്കും അറിയാത്തത്. അപ്പോൾ അവരെന്തായാലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. അറിയില്ലെങ്കിൽ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ ബൈ.